മോസിനും ടാക്രോളിമസും നമ്മൾ IVF ഫെയിലറി കൊടുക്കാറുണ്ട്. ഇതൊരു കമ്പൈൻഡ് അപ്രോച്ചാണ്. അണ്ടർ സ്ട്രിക്റ്റ് മെഡിക്കൽ സൂപ്പർവിഷൻ ചെയ്യണം. തൈമോസിൻ ആൽഫ നമ്മുടെ വേരിയസ് ഇമ്മ്യൂൺ ഫംഗ്ഷനെ മോഡുലേറ്റ് ചെയ്യും. അത് നമ്മുടെ ഇംപ്ലാന്റേഷൻ റേറ്റിനെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ T ഹെൽപ്പർ സെൽസിനെ ബാലൻസ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. അത് നമ്മുടെ ഇൻഫ്ലമേഷനെ കുറയ്ക്കും. അത് നമ്മുടെ എൻഡോമെൻ്റൽ റെസിപ്റ്റിവിറ്റിയെ കൂട്ടും. ടാക്രോളിമസ് ഒരു ഇമ്മ്യൂണോ സപ്രസൻ്റാണ്. അത് ഒരു പേഷ്യൻ്റെ TH ഡൊമിനൻ്റ് 1 ഇമ്മ്യൂൺ സ്റ്റേറ്റ് ഉള്ളപ്പോഴാണ്. അവിടെ എലിവേറ്റഡ് TH1 TH2 റേഷ്യോ ഉണ്ട്. അവിടെ സ്പെസിഫിക് ഇമ്മ്യൂൺ സെൽസ് TH1 സെൽസും മാക്രോഫേജസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അത് ബ്ലോക്ക് ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോൾ റിജക്ഷൻ ഓഫ് എംബ്രിയോ വരും. അവിടെ TH1 ഡോമിനൻ്റ് ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ഉള്ളവരിലാണ് അത് കൊടുക്കുന്നത്. തൈമോസിൻ ആൽഫ നമ്മൾ ബാക്കി ഓപ്ഷൻ കണ്ടതിന് ശേഷം വേണം അത് കൊടുക്കാൻ. ടാക്രോളിമസ് നമ്മൾ അതർ IVF മെഡിക്കേഷൻ്റെ കൂടെ കെയർഫുള്ളി മോഡഡ് ഇമ്മ്യൂൺ പ്രോട്ടോക്കോളിൽ കൊടുക്കാം. ഇമ്മ്യൂൺ സിസ്റ്റം അബ്നോർമാലിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന കേസുകളിൽ നമുക്കിത് കൊടുക്കാം. ഒരു ക്വാളിഫൈഡ് റിപ്രൊഡക്റ്റീവ് ഇമ്മ്യൂണോളജിസ്റ്റ് അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിൻ്റെ സൂപ്പർവിഷൻ വേണം ഇത് കൊടുക്കാൻ. അത് പ്രഗ്നൻസി സേഫ് ആണോ ചോദിക്കാറുണ്ട്. അണ്ടർ ക്ലോസ് മെഡിക്കൽ സൂപ്പർവിഷൻ അത് സേഫ് ആണ്.